ഹലോ ഡി സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് നോർമലി ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗുഡ്സ് ഒക്കെ സെല് ചെയ്യുന്ന മാർക്കറ്റ്സ്. ആ മാർക്കറ്റിലേക്ക് ഗുഡ്സിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സപ്ലയേഴ്സ് അവർ വരും, ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സപ്ലയേഴ്സ് വരും, പിന്നെ ഈ ഗുഡ്സ് വേണ്ട കൺസ്യൂമേഴ്സും വരും. ഇവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്നതാണ് നോർമൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഗുഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഗുഡ്സ് വേണ്ട ആൾക്കാരും കൂടെ മീറ്റ് ചെയ്യും, ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നു. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഫണ്ടിന്റെ മാർക്കറ്റാണ്. ഫണ്ട് ഉള്ള ആളുകളാണ് ലെൻഡേഴ്സ്, ഫണ്ട് വേണ്ട ആളുകളാണ് ബോറോവേഴ്സ്. ഈ ഫണ്ടുള്ള ആളുകൾ ഫണ്ട് ലെൻഡ് ചെയ്യുന്നു, ബോറോവേഴ്സ് അത് വാങ്ങിക്കും. അപ്പൊ ആ രീതിയിൽ ഫണ്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിങ് നടത്തുന്ന മാർക്കറ്റ്സിനെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് പറയുന്നത് സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ആ ഒരു ഫുൾ ഫംഗ്ഷനെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻ എന്നാണ് ഇതിനെ ഇൻ ടോട്ടൽ ഓവറോൾ പറയുക. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ രണ്ട് മാർക്കറ്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേമിലേക്കുള്ള ലെൻഡിങ് ആൻഡ് ബോറോയിങ്സ്. മീഡിയം ടേം ഒരു മോർ ദാൻ 2 years, 3 years, 5, 10, 15 അങ്ങനെയുള്ള ലോങ് ടേം, മീഡിയം ടു ലോങ് ടേം ക്യാപിറ്റൽ ഒക്കെ തരുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്സിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ലോങ് ടേം മാർക്കറ്റ്സിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ലോങ് ടേം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടക്കുക, ക്യാപിറ്റൽ മാർക്കറ്റ്സ് നടക്കുക. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടക്കുക, മണി മാർക്കറ്റ്സിൽ നടക്കുക. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് എവിടെ നടക്കുക, മണി മാർക്കറ്റ്സിൽ നടക്കുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, മണി മാർക്കറ്റ്സ് ഉണ്ട് എന്നുള്ളത് ബേസിക്കലി ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ മാർക്കറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ്. ഈ രണ്ട് ടെർമിനോളജീസ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതിന്റെ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ കേട്ട് ക്യാപിറ്റൽ മാർക്കറ്റ്സ്, മണി മാർക്കറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ അവിടെ. ആ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം മാർക്കറ്റ്സ് ആണ്, മണി മാർക്കറ്റ്സ് പറയുമ്പോൾ ഷോർട്ട് ടേം മാർക്കറ്റ്സ് ആണ്. ഇത് മനസ്സിലാക്കും. ഇനി ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ പല പല സെക്യൂരിറ്റീസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, ഇതാണ് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എങ്കിൽ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഏതൊക്കെയുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, മണി മാർക്കറ്റ്സ് ഉണ്ട്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഇതാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കുറെ കമ്പനീസ് ഉണ്ടായിരിക്കും, ഒരുപാട് കമ്പനീസ് ഉണ്ടായിരിക്കും. ഈ കമ്പനീസ് എന്ത് ഇഷ്യൂ ചെയ്യും, ഇഷ്യൂ സെക്യൂരിറ്റീസ്. ഇവർ പല രീതിയിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യും. ഈ സെക്യൂരിറ്റീസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഷെയർസ്, ലോൺ നോട്ട്സ്, ആ രീതിയിലുള്ള ഒരുപാട് കൊമേഴ്ഷ്യൽ ബിൽസ്, അങ്ങനെയുള്ള ഒരുപാട് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ ഇഷ്യൂ ചെയ്തിട്ട് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഇഷ്യൂ ചെയ്തിട്ട് ഇത് വേണ്ട ആൾക്കാർ, ഈ കമ്പനിയുടെ ഷെയർ വേണ്ട ആൾക്കാർ, ഇവിടെ കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ടായിരിക്കും. ഈ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഈ സെക്യൂരിറ്റീസ് ഒക്കെ ബൈ ചെയ്യും. ഇവരെന്ത് ചെയ്യുന്നു, ഇവർ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, ഈ സെക്യൂരിറ്റീസ് ഒക്കെ, ഇവർക്ക് വേണ്ട സെക്യൂരിറ്റീസ് ഒക്കെ ബൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സെക്യൂരിറ്റീസ് വേണ്ട ആൾക്കാർ ബൈ ചെയ്യുന്നതും ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആ ഒരു മാർക്കറ്റ് ആക്ടിവിറ്റിനെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് പറയുന്നത്. അപ്പോൾ ഇവര് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യം. പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവർ ഇപ്പൊ കമ്പനീസ്, ഈ കമ്പനിയുടെ ഒരു ഷെയർ, ഈ കമ്പനിയുടെ ഒരു ഷെയർ, ഈ ഷെയർ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇഷ്യൂ ആദ്യമായിട്ട് ഈ മാർക്കറ്റിലേക്ക്, ക്യാപിറ്റൽ മാർക്കറ്റ്സിലാണ് ഉണ്ടാവുക, അതിലുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലേക്ക് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ആ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത്, ഇപ്പൊ ഇയാളുടെ അടുത്ത് ആ ഷെയർ ഉണ്ട്, ഇയാളാണ് അത് വാങ്ങിച്ചത്. ഇയാൾക്ക് എന്താണ്, ഇനിയിപ്പോ ഫസ്റ്റ് ഇയാൾ വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് കാലാകാലം അയാൾ തന്നെ ആ ഷെയർ ഹോൾഡ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തു, അത് വാങ്ങിക്കുന്നു, ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത് ഒരാൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി. സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരാളടുത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ മറ്റാൾക്ക് കൊടുക്കും. ട്രേഡിംഗ് നടക്കൂലേ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ എന്റെ അടുത്തൊരു സെക്യൂരിറ്റി ഉണ്ട്, ആ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ട, ഞാനത് സെല് ചെയ്യുന്നു, അത് വേറെ ആൾ ബൈ ചെയ്യും. അപ്പൊ അവിടെ എന്തുണ്ട്, എപ്പോഴും ഈ ഷെയർസിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സെക്യൂരിറ്റീസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്
കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമേ നടക്കുന്നത്. കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് വാങ്ങിക്കുന്നു എന്നുള്ളത് പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി. പിന്നെ ആ മാർക്കറ്റിനുള്ളിൽ എന്തുണ്ട്? സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. ഇതാണ് സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി ആൻഡ് സെക്കൻഡറി. പുതിയ സെക്യൂരിറ്റീസ് സെൽ ചെയ്യുന്നതാണ്, ആദ്യമായിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി പുതിയ സെക്യൂരിറ്റീസ് സെൽ ചെയ്യുന്നതാണ് പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി. ഇനി രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ക്യാപിറ്റൽ മാർക്കറ്റ്സും മണി മാർക്കറ്റ്സും. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഏത് ക്യാപിറ്റലാണ്? ലോങ് ടേം ക്യാപിറ്റലാണ്, അങ്ങനെ പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലോങ് ടേം ക്യാപിറ്റൽ. ഇത് കുറച്ച് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്, ഇതൊന്നും കാണാതെ അങ്ങനെ പഠിക്കൊന്നും വേണ്ട. യു കെയിലുള്ള മെയിൻലി ഉള്ള ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലിസ്റ്റ്, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, പല കമ്പനീസിന്റെയും, പല കമ്പനീസ് പറയുമ്പോൾ ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും അത് ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ള എക്സ്ചേഞ്ച്, സ്റ്റോക്കിന്റെ എക്സ്ചേഞ്ച്, അതൊരു ക്യാപിറ്റൽ മാർക്കറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ്, അതായത് ഒഫീഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ അല്ലാത്ത ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് സ്മോളർ കമ്പനീസിനൊക്കെ അവരുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാനൊക്കെ ഉള്ള മാർക്കറ്റ്സിനെയാണ് എന്ന് പറയുന്നത്. ലാർജർ ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസിനല്ല, സ്മോളർ കമ്പനീസിന് ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനൊക്കെ ഉള്ള ഒരു മാർക്കറ്റാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ്, AIM. പിന്നെ യൂറോ ബോണ്ട് മാർക്കറ്റ് ഉണ്ട്. യൂറോ ബോണ്ട് മാർക്കറ്റും യൂറോ കറൻസി എന്താന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, താഴെ പറയാനുണ്ട്. അപ്പൊ ഇത് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ്. ഈ യൂറോ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനുള്ളിൽ, ഇപ്പൊ നമ്മൾ യു കെനുള്ളിൽ മാത്രം ഉള്ള സെക്യൂരിറ്റീസ് അവിടെ മാത്രം ഇഷ്യൂ ചെയ്യാം. ഇപ്പൊ യു കെയിലുള്ള ഒരു കമ്പനി അവിടുത്തെ ഷെയർ ആ രാജ്യത്ത് മാത്രം ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിന്റെ ഉള്ളിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പൊ യു കെയിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് ഒക്കെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്ന യൂറോ ബോണ്ട് മാർക്കറ്റ് ആണ്. ഇത് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഇത് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് യൂറോ ബോണ്ട് മാർക്കറ്റ്, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. അതായത് ലാർജ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് ഇവിടെ ചെയ്യുന്നത്, ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ഇത് എന്താ വെച്ചാൽ വേറെ ഫോറിൻ കറൻസിയിലേക്ക്, ഇതിന്റെ മെയിൻ ഫീച്ചർ പറയുന്നത് ഫോറിൻ കറൻസിയിലായിരിക്കും ഇത് കൊടുക്കുന്നത്. ബോണ്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ യു കെയിലുള്ള ഒരാളാണ്, എനിക്ക് എന്ത് ചെയ്യുന്നു, US എന്റെ ബോണ്ട് US കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള യൂറോ ബോണ്ട് മാർക്കറ്റ് ഇല്ലേ, ഈ യൂറോ ബോണ്ട് മാർക്കറ്റ് ത്രൂ ആണ് എനിക്ക് എന്റെ ബോണ്ട് US കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ യൂറോ ബോണ്ട് മാർക്കറ്റ് ത്രൂ യു കെയിലുള്ള ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, US ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ പൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടുത്തെ കറൻസി ആയിട്ടുള്ള ഡോളേഴ്സിലായിരിക്കും ഞാൻ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അത് എനിക്ക് ഇന്റർനാഷണൽ ലെവലിലേക്ക് ലെൻഡ് ചെയ്യാനെങ്കിൽ ഫണ്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഏതാണ്? യൂറോ ബോണ്ട് മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ടാണ് യൂറോ ബോണ്ട് മാർക്കറ്റിനെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് പറയുന്നത്. ഇനി ബാക്കിയുള്ള വേറെ കുറെ കൺട്രീസിന് ഇതുപോലെ ഉണ്ട്. യുഎസിൻ്റെതാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ NASDAQ എന്ന് പറയുന്ന ടെക് കമ്പനീസിൽ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ്സ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കാണാതെ പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉണ്ട്, ഹോങ്കോങ്ങിലുണ്ട്, അങ്ങനെയുള്ള എല്ലാ കമ്പനീസും, ഏത് രാജ്യം എടുത്താലും അവിടെ ഇങ്ങനത്തെ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇക്വിറ്റി ക്യാപിറ്റലും ഡെപ്റ്റ് ക്യാപിറ്റലും ഒക്കെ ലോങ് ടേമിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. 5+ years എന്നൊക്കെ പറയുന്ന ലോങ് ടേമിലേക്ക് ഇക്വിറ്റി സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നതും അത് ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള മാർക്കറ്റ്സിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, മോർ ദാൻ 5 years. അപ്പൊ ഷോർട്ട് ടേമിലേക്ക് ഒരു 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക്, 1.5 വർഷത്തേക്കൊക്കെ പറയുന്ന ഷോർട്ട് പീരീഡിലേക്ക് ഫണ്ട് റേസ് ചെയ്യണം, ഫണ്ട് ഇതാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത് അവിടെ ക്യാപിറ്റൽ മാർക്കറ്റ്സ് അല്ല, ആ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെയാണ് മണി മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ മണി മാർക്കറ്റ്സ് എന്ന് പറയുക. ഈ മണി മാർക്കറ്റ്സിൽ എന്താണ്, ബോറോയിങ് ഉണ്ടാകും, ലെൻഡിങ് ഉണ്ടാകും, ബാങ്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, അവരൊക്കെ ചെയ്യുന്നത് മണി മാർക്കറ്റ് ആക്ടിവിറ്റിയാണ്. ഷോർട്ട് ടേമിലേക്കുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഷോർട്ട് ടേമിലേക്കുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരെല്ലാരും കൂടെ, ബാങ്ക്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരെല്ലാരും കൂടെ കൂടിയിട്ടുള്ള ആ മാർക്കറ്റ്സിനെയാണ് മണി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്.
ഒരു ഫിസിക്കൽ മാർക്കറ്റ് ഒന്നുമില്ല. നമുക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു മണി മാർക്കറ്റ് എവിടെ എന്ന് പോയി കഴിഞ്ഞാൽ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിട്ട് ഒരു മാർക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് ഇവരിങ്ങനെയെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കൂടിച്ചേർന്നിട്ട് ഇവരെ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് മണി മാർക്കറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പല ആൾക്കാരെ ത്രൂ നമുക്ക് ഈ മണി മാർക്കറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിൻലി പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണെന്ന് പറയാം. മണി മാർക്കറ്റ്സ് ഷോർട്ട് ടേം ആണെന്ന് പറയാം. ഇനി മണി മാർക്കറ്റ്സിന്റെ മെയിൻ റോൾ എന്ന് പറയുമ്പോൾ മെയിൻലി പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇത് സർപ്ലസ് ഫണ്ടുള്ള ആൾക്കാർ, അവർ ലെൻഡ് ചെയ്യും. ഡെഫിസിറ്റ് ഉള്ള ആൾക്കാർ, ഫണ്ട് വേണ്ട ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ അത് ആ ട്രാൻസ്ഫറിങ് ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ്സിന് ബിസിനസ്സിനൊക്കെ ഷോർട്ട് ടേം ആയിട്ട്, മെയിൻലി മണി മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് റേസ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. ഇപ്പൊ ഗവൺമെന്റ് ചിലപ്പോൾ ഷോർട്ട് ടേമിലേക്ക് വലിയ ഫണ്ട് വേണ്ടി വരും, അത് മണി മാർക്കറ്റ്സ് ത്രൂ റേസ് ചെയ്യാം. ബിസിനസ്സുകൾക്ക് ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് വേണ്ടി വരും, അത് ഇങ്ങനെ റേസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് മോണിറ്ററി പോളിസീസ് ഒക്കെ ഫിക്സ് ചെയ്യും. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും ഗവൺമെന്റ് അല്ല കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റിനുള്ള സെൻട്രൽ ബാങ്ക്സ്, ഈ ബാങ്കിന്റെ ഒക്കെ ഹെഡ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക്സ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ RBI. അതായത് സെൻട്രൽ ബാങ്ക്സ് ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും. മണി സപ്ലൈ കൂട്ടാൻ ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ആരും ഡെപ്പോസിറ്റ് ചെയ്യൂല. ആ ഫണ്ടൊക്കെ എല്ലാവരും എന്ത് ചെയ്യും, നോർമലി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. മണി സപ്ലൈ കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാലോ ആളുകളുടെ അടുത്തുള്ള പൈസയൊക്കെ ഡെപ്പോസിറ്റ് ആക്കും. അപ്പൊ മണി സപ്ലൈ കുറയും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോളിസീസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ പല കാര്യങ്ങൾക്ക്, അത് എക്കണോമിക് എൻവയോൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ള മോണിറ്ററി പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഷോർട്ട് ടേം, അതായത് ഇപ്പൊ RBI ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന, ഈ ഷോർട്ട് ടേം സെക്യൂരിറ്റീസിന്റെ എക്സ്ചേഞ്ച് ചെയ്യുന്ന മണി മാർക്കറ്റ്സിലാണ് ആ ഇൻട്രസ്റ്റ് റേറ്റ് റെലവെന്റ് ആയിട്ട് വരിക. അപ്പോൾ ഒരു എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് റെലവെന്റ് ആയിട്ട് വരുന്നതാണ് ഈ മണി മാർക്കറ്റ്സിൽ. അപ്പൊ ഒരു കൺട്രിക്ക് മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതിലൂടെ ആയിരിക്കും അവർ ചെയ്യുന്നത്? ഈ മണി മാർക്കറ്റ്സിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ആയിരിക്കും അവരത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ഇവർക്കാണല്ലോ റെലവെന്റ്. പിന്നെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹെഡ്ജിങ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്, ഓപ്ഷൻസ്, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്, FRAs, ഇവരൊക്കെ ഇങ്ങനത്തെ കോൺട്രാക്ട്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്നതൊക്കെ ഇങ്ങനത്തെ മണി മാർക്കറ്റിലുള്ള ഒരുപാട് ആൾക്കാരെ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി മണി മാർക്കറ്റ്സിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഏതൊക്കെ രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 മണി മാർക്കറ്റ്സിൽ, ഇപ്പൊ നമ്മളൊരു മണി മാർക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്? ഒന്നാമത്തെ ടൈപ്പാണ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് ഇൻട്രസ്റ്റ് ആണ്, ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് ആ ഡെപ്പോസിറ്റ് ചെയ്ത ആളുടെ ഫണ്ട് വാങ്ങി ഇതിന്ന് ഫണ്ട് എടുത്ത ആൾക്കാർക്ക് എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ആ രീതിയിൽ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് അതിന് കുറച്ച് ഫണ്ട് കുറച്ചിട്ട് ഇൻട്രസ്റ്റ് അല്ല തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒരു 10,000 വാല്യൂ ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ടഡ് പ്രൈസിന് ഡിസ്കൗണ്ടഡ് എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കുന്നതിനാണ് ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാം, നമ്മളിതൊക്കെ കേട്ടതാണ്, ഈ പേര് കേൾക്കുന്നില്ല. പിന്നെ കുറെ ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിന് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല, വേറൊരു അണ്ടർലൈങ് അസറ്റിനനുസരിച്ച് വാല്യൂ വരുന്ന ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. അതും ഏതിൽ വരുന്നതാണ്? മണി മാർക്കറ്റ്സിൽ വരുന്നതാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് കൊടുക്കുന്നതാണ്, ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫണ്ടുള്ള ആൾക്കാർ, ഡെപ്പോസിറ്റ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CD കൊടുക്കും. ആ CD കൊടുത്തു കഴിഞ്ഞാൽ എന്താ? ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് എന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ ഡെപ്പോസിറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് എന്താണ് ബാങ്ക് കൊടുക്കുക? ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേമിലേക്ക് ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ലൈക്ക് 6 months, 1 year അങ്ങനെയൊക്കെ. അടുത്തതാണ് റീപർച്ചേസ് എഗ്രിമെന്റ്, റിപ്പോ എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് ടേം ലോൺസ് ആണ്. ഒരു 2 weeks, ഭയങ്കര ഷോർട്ട് ടേം ആയിട്ട് 2 weeks അല്ലെങ്കിൽ അങ്ങനെ ചെറിയ രീതിയിലുള്ള ഭയങ്കര ചെറിയ പീരീഡിലേക്കുള്ള ഷോർട്ട് ടേം ലോൺസ് ആണ്. ലോൺ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്, ഇൻസ്ട്രുമെന്റ്സ് ആണ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റീപർച്ചേസ് എഗ്രിമെന്റിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബാങ്ക് ആണ് ഒരു റീപർച്ചേസ് എഗ്രിമെന്റ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇതെങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പൊ എനിക്ക് ആരാണോ റീപർച്ചേസ് എഗ്രിമെന്റ് ചെയ്യുന്നത്, അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് ഭയങ്കര 2 weeksനുള്ളിൽ, ഇപ്പൊ ഒരു 1 weekലേക്ക് എനിക്ക് 2 ലക്ഷം വേണം. അപ്പൊ റീപർച്ചേസ് എഗ്രിമെന്റ് ഇഷ്യൂ ചെയ്യുന്നു, 2 ലക്ഷം വാങ്ങിക്കുന്നു. റീപർച്ചേസ് എഗ്രിമെന്റ് ആർക്കാണോ കൊടുക്കുന്നത് അയാൾ ആ 2 ലക്ഷം തിരിച്ചു തരും.
അതിലെന്ത് പറഞ്ഞിട്ടുണ്ടാക്കും? ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് ആ 2 വീക്കിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിലെന്തുണ്ടായിരിക്കും? ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കും. ആൻഡ് ഓൾസോ അതിൽ എത്രയിലാണ്, ഫോർ എക്സാമ്പിൾ 2 വീക്സിനാണെങ്കിൽ ഇപ്പോ ആ റീപർച്ചേസ് എഗ്രിമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 2 ലക്ഷം വാങ്ങിച്ചിട്ടാണ്. ഇനി ആ റീപർച്ചേസ് എഗ്രിമെന്റ് ആ റിപ്പോ തിരിച്ച് വാങ്ങിച്ചോളാം എന്ന് പറയണം. 2 വീക്സ് കഴിഞ്ഞിട്ട് എന്തായാലും റീപർച്ചേസ് ചെയ്തോളാം എന്നാണ് ആ എഗ്രിമെന്റ് പറയുന്നത്. അപ്പൊ ആ റീപർച്ചേസ് എഗ്രിമെന്റിൽ ആ 2 വീക്സ് കഴിയുമ്പോൾ ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് പ്രൈസ് തിരിച്ചു വാങ്ങിക്കും. അപ്പൊ അതിന്റെ കൂടെ എന്താണ്, ആ 2 വീക്സിലേക്കുള്ള ഇൻട്രസ്റ്റും കൂടെ കൂടുതലായിട്ട് കൊടുക്കൂട്ടോ. അത് വാങ്ങിച്ച ആൾക്ക് എന്തെങ്കിലും ലാഭം വേണ്ട. അങ്ങനെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ടൊന്നും ഇതിന്റെ ഫംഗ്ഷൻസ് അറിയേണ്ട. ജസ്റ്റ് റീപർച്ചേസ് എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പിന്നെ വരുന്നത് മുനിസിപ്പൽ നോട്ട്സ് ഉണ്ട്. മുനിസിപ്പൽ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന, അവിടുത്തെ സിറ്റീസ് എന്ന് പറയുമ്പോൾ നാഷണൽ ഗവൺമെന്റ് അല്ല. ഇവരെന്താണ്, യുകെയിലുള്ള ഒരു ലോക്കൽ ലെവൽ ഓഫ് ഗവൺമെന്റിനെയാണ് ആ ഒരു ആക്ടിവിറ്റിയാണ് മുനിസിപ്പൽ സിറ്റീസ് അല്ലെങ്കിൽ സിറ്റീസ് എന്ന് പറയുന്നത്. അവർ ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേമിലേക്കുള്ള ഡെപ്റ്റിനെയാണെന്ന് പറയുന്നത് മുനിസിപ്പൽ നോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെന്താണ്, ഇൻട്രസ്റ്റ് ആണ്. ഈ മൂന്നെണ്ണത്തിന് എന്താണ്, ഇൻട്രസ്റ്റ് ആണ് അതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ മണി മാർക്കറ്റ്സിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. പിന്നെ മണി മാർക്കറ്റ്സിലുള്ള അടുത്താണ് ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ്. ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഫണ്ട് വാങ്ങിക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇന്റർനാഷണൽ ട്രേഡിനൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും പൈസ തരാമെന്ന് പറയുകയാണെങ്കിൽ ആ പൈസ ഇന്ന ഡേറ്റിന് തരാം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിനെയാണ് എന്താ പറയാ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഇത് മെയിൻലി ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ വായിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ്ഡ് ആണ്. പിന്നെ പറയുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുമ്പോൾ ഞാനൊരു കമ്പനിയാണ്. ഞാൻ എന്ത് കമ്പനി? ഒരു 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 കോർപ്പറേറ്റ് കമ്പനിയാണ്. ഞാൻ ലോങ് ടേമിലേക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ലോങ് നോട്ട്സ് ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത്. ഇത് ഷോർട്ട് ടേമിലേക്കുള്ള ബോണ്ട്സിനെയാണ്. കോർപ്പറേറ്റ് ഡെപ്റ്റ് ആണ്. അത് ചെറിയ ഷോർട്ട് പീരിയഡിലേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ദിവസം മുതൽ 270 ഡേയ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെറിയ കുറച്ച് പീരിയഡിലേക്ക്, ഷോർട്ട് ടേമിലേക്ക് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിനെയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അത് അൺസെക്യൂർഡ് ആണ്. അതിന് തിരിച്ച് കമ്പനി സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല. ബട്ട് ഹൈ ക്വാളിറ്റി ആയിരിക്കും. ഹൈ ക്വാളിറ്റി പറയുമ്പോൾ അത്രയും ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസിനാണ് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ അങ്ങനെയുള്ള കമ്പനീസിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ, അത് ഒരു അതിന്റെ നോമിനൽ വാല്യൂല് ചിലപ്പോൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യും. പിന്നെ കൂപ്പൺ ഒന്നും കൊടുക്കൂല. ഫൈനലി റിഡംഷൻ ചെയ്യുമ്പോൾ അത് കിട്ടും. ചിലപ്പോൾ കൂപ്പൺ കൊടുത്തിട്ടും, ചെറിയ ഡേയ്സ് ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കൂപ്പൺ ഒക്കെ കൊടുത്തിട്ടും ചെയ്യാറുണ്ട്. ഈ കമ്പനീസിന് ഇപ്പൊ ഇതെന്താണ് ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊമേഴ്ഷ്യൽ പേപ്പർ കമ്പനീസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ചെറിയ പീരീഡിലേക്ക്, ഷോർട്ട് പീരീഡിലേക്ക് വലിയ എമൗണ്ട് ഒക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് ആ ഫണ്ട് വാങ്ങിക്കാം. പിന്നെ പെട്ടെന്ന് തിരിച്ചടക്കേണ്ടി വരും. തിരിച്ച് ആ ഫണ്ട് കൊടുക്കേണ്ടി വരും. ഷോർട്ട് ടേം പർപ്പസിന് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലോങ് ടേമിലേക്ക് പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഒന്നും യൂസ് ചെയ്യരുത്. ലോങ് ടേം സെക്യൂരിറ്റീസ് യൂസ് ചെയ്യും. ഓക്കെ, ഇതെല്ലാ കമ്പനീസിനും എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റൂല. വെരി ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ്സ് ഉള്ള, നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ള, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ്സ് ഉള്ള കമ്പനീസിന് ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. എന്നാലല്ലേ ഇവർ ഇത് ഇഷ്യൂ ചെയ്താൽ മാത്രം പാടില്ല, ഇത് വാങ്ങിക്കാൻ ആൾക്കാരെ വേണ്ടേ. നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ ഇവർ ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അടുത്താണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡിലൊക്കെ ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ. ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം ഇമ്പോർട്ടറിന്റെ ബാങ്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ഇവരൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ബാങ്ക് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് കൊടുക്കും. അതിനർത്ഥം പറയുന്നത് ബാങ്കേഴ്സ് ആ ഫണ്ട് സെറ്റിൽ ചെയ്തോളാം എന്ന് പറയുന്നത്. ഈ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ഒക്കെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ, വൺസ് ആ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് അത്ര വെയിറ്റ് ചെയ്തിട്ട് ആ ഫണ്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഈ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് എനിക്ക് പൈസ വാങ്ങിക്കാം. ഇതൊക്കെ എനിക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എനിക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫണ്ട് വേണമെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതിന് ഇൻട്രസ്റ്റ് അല്ല, അതിൽ ആ ഒരു ഡിസ്കൗണ്ട് ആണ്. അത് എനിക്ക് തിരിച്ച് റെഡീം ചെയ്യുമ്പോഴാണ് ആ ഒരു ഇത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. ട്രഷറി ബിൽസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ഡെപ്റ്റിനെയാണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഇങ്ങനെ ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പല കാര്യങ്ങളും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രഷറി ബിൽസ് ആയാലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആയാലും എന്താണ് എപ്പോഴും ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാകും. ഇപ്പൊ നമ്മളിവിടെ എഴുതിയപ്പോ എന്താണ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം ഇത് ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത്. എത്ര ഡിസ്കൗണ്ടിനാണോ കൊടുക്കുന്നത് അതാണ് അവിടെ കിട്ടുന്ന ലാഭം. അത് ആ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ലാഭം
ഡിസ്കൗണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ 1000 ആണ് അതിന്റെ വാല്യൂ, അത് 800 കൊടുക്കുന്നു. തിരിച്ചത് വാങ്ങിക്കുന്ന സമയത്ത് അയാൾക്ക് 1000 കിട്ടും. അപ്പൊ ആ 200 അയാൾക്ക് കിട്ടുന്ന ലാഭം. അല്ലാതെ അതിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇത് തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് പറയാം. ബട്ട് മോർ ഓവർ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? മണി മാർക്കറ്റ്സിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. പിന്നെ കുറച്ച് ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്. ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് എന്താണെന്ന് അറിയാം. ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് പറയുമ്പോൾ ഒരു അണ്ടർലൈങ് എസെറ്റ് ഉണ്ട്. അണ്ടർലൈങ് എസെറ്റിന്റെ അനുസരിച്ച് വാല്യൂ ഡിറ്റർമൈൻ ആവുന്നതാണ് ഡെറിവേറ്റീവ്സ്. ഈ ഡെറിവേറ്റീവ്സ് നോർമലി നമ്മൾ എന്താണ് റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് ഇവിടെ ഇങ്ങനെ പറയണ്ട, അത് നമ്മളവിടെ വേറെ പഠിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നോളജ് ഉണ്ടായാൽ മതി. ഇതൊക്കെ ഈ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്, ഈ ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവുന്ന ഏത് മാർക്കറ്റ്സിലാണ്? മണി മാർക്കറ്റ്സിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക, ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ഒക്കെ. ഇനി ഈ മണി മാർക്കറ്റ്സും ക്യാപിറ്റൽ മാർക്കറ്റ്സും ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. അങ്ങനെ ഈ മണി മാർക്കറ്റ്സും ക്യാപിറ്റൽ മാർക്കറ്റ്സും ഇന്റർനാഷണൽ ലെവലിൽ അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ മണി മാർക്കറ്റ്സ് ഉണ്ട്, ഇന്റർനാഷണൽ മണി മാർക്കറ്റ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ക്യാപിറ്റൽ മാർക്കറ്റ്സ് പറഞ്ഞപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ്സ് പറഞ്ഞപ്പോൾ യൂറോ ബോണ്ട് മാർക്കറ്റ്, ഈ യൂറോ ബോണ്ട് മാർക്കറ്റ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന പേരാണ് യൂറോ ബോണ്ട് മാർക്കറ്റ്സ് പറയുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് തിയറി ആയിട്ടൊക്കെ ചോദിക്കാട്ടോ ഇത് MCQs. അപ്പൊ യൂറോ ബോണ്ട് മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെയാണ്, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇത് ലോങ് ടേം, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലോങ് ടേം അല്ല, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂറോ ബോണ്ട് മാർക്കറ്റ്സ് പറയുന്നത്. വേറെ രാജ്യത്തോട്ട് നമുക്ക് നമ്മുടെ ബോണ്ട് ഒക്കെ ചെയ്യണമെങ്കിൽ യൂറോ ബോണ്ട് മാർക്കറ്റ് ത്രൂ ആണ് നമ്മൾ ചെയ്യുക. ഇനി ഇന്റർനാഷണൽ ലെവലിൽ മണി മാർക്കറ്റ്സിന്റെ ഒരു ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂറോ കറൻസി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ഷോർട്ട് ടേമിലേക്കുള്ള ഒരു മാർക്കറ്റ്, അതിനെയാണ് യൂറോ കറൻസി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇത് ഇന്റർനാഷണൽ ലെവലിലുള്ള മണി മാർക്കറ്റ്സിനെ യൂറോ കറൻസി എന്നും ഇന്റർനാഷണൽ ലെവലിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ യൂറോ ബോണ്ട് മാർക്കറ്റ്സും മനസ്സിലാക്കിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ കുറിച്ചും മണി മാർക്കറ്റ്സിനെ കുറിച്ചും പറയുന്ന ഈ ഒരു ലെക്ചറിൽ എനിക്ക് പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടും ഫൈനാൻഷ്യൽ മാർക്കറ്റ് എഫിഷ്യൻസിനെ കുറിച്ചിട്ടും നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.